നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആരൊക്കെ ഉൾപ്പെടും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങളാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ളത്. സ്പിൻ ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിലും സെലക്ടർമാർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. നായകനായി രോഹിത് ശർമ്മയാണോ അതോ മറ്റാരെങ്കിലുമാണോ എത്തുന്നത് എന്നതും കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവർ തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം KL രാഹുലിനെയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആരാകും എന്നതാണ് കണ്ടറിയേണ്ടത്. ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവരിൽ ഒരാൾക്ക് അവസരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. ഋഷഭ് പന്തിനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കേണ്ട എന്നും സഞ്ജു സാംസണെയാണ് കളിപ്പിക്കേണ്ടതെന്നുമാണ് ഹർഭജൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലാതെ തന്നെ തീരുമാനമെടുക്കാനാകുമെന്നാണ് ഹർഭജന്റെ പക്ഷം. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവരിൽ ഒരാൾക്കാകും അവസരം ലഭിക്കുക. മികച്ച പ്രകടനം വിലയിരുത്തി ഇന്ത്യ സഞ്ജു സാംസണെ കളിപ്പിക്കും എന്നാണ് കരുതുന്നത്. ഋഷഭ് പന്തിനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിശ്രമം അനുവദിച്ചാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല എന്നും ഹർഭജൻ പറയുകയാണ്. സഞ്ജു സാംസൺ ഏകദിന ടീമിന് പുറത്തായിട്ട് നാളുകളേറെയായിട്ടുണ്ട്. മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു സാംസൺ. ഏകദിനത്തിൽ 56 മുകളിൽ ശരാശരിയുമുണ്ട്. വിക്കറ്റിന് പിന്നിലും സഞ്ജുവിന് മിന്നിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഋഷഭ് പന്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഋഷഭ് പന്ത് തിരിച്ചു വരവ് നടത്തിയില്ലെങ്കിലും പഴയ ആ ഒരു മികവ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സിഡ്നിയിലെ മത്സരത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയത് മാറ്റി നിർത്തിയാൽ കാര്യമായി ഒന്നും തന്നെ ഋഷഭിന് സാധിച്ചിട്ടില്ല. സ്ഥിരതയും വലിയ പ്രശ്നമാണ്. ഋഷഭിന്റെ ഏകദിനത്തിലെ കണക്കുകളും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഋഷഭിനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ സഞ്ജു സാംസണെ ഏകദിനത്തിൽ ഗംഭീർ പിന്തുണയ്ക്കില്ല. T20യിൽ ഓപ്പണർ റോള് നൽകുകയും വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഏകദിനത്തിൽ സഞ്ജുവിന് ഈ ഒരു പിന്തുണ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെലക്ടർമാരുടെ തീരുമാനം എന്താകുമെന്നാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. KL രാഹുലിനാണ് ഏകദിനത്തിൽ ഇന്ത്യ കൂടുതൽ വിശ്വസിക്കുന്നത്. മധ്യനിരയിൽ ശോഭിക്കാൻ കഴിവുള്ള രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പറായാൽ രണ്ടാമനായി ഇന്ത്യ സഞ്ജുവിനെയും ഋഷഭിനെയും തഴയാനും സാധ്യതകളുണ്ട്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള ഇഷാൻ കിഷൻ ഇപ്പോൾ ടീമിന് പുറത്താണ്. ഇഷാനെ തിരികെ കൊണ്ടുവരാൻ ഗംഭീറിന് നല്ല താല്പര്യമുണ്ടായിരുന്നുവെന്നും അറിയുന്നുണ്ട്. ഇഷാനെ തിരികെ കൊണ്ടുവരാൻ ഗൗതം ഗംഭീറിന് താല്പര്യമുണ്ടായാൽ സഞ്ജുവിനും ഋഷഭിനും അതുപോലെ തന്നെ പണി കിട്ടുന്നതുമാണ്. ഇത്തരം ഒരു സർപ്രൈസ് നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ ഇനിയുള്ള സാധ്യത വളരെ കുറവാണ്. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ടീമിനെ ഇപ്പോഴേ വളർത്താനാണ് ഗംഭീർ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയാം.